Hello everyone. CBSE Class 12 Board Examination 2021 മാർക്ക് കാൽക്കുലേഷൻ എങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബോർഡ് എക്സാം ക്യാൻസൽ ചെയ്തതുകൊണ്ട് അസസ്മെൻറ്റ് ഓഫ് തിയറി പോർഷൻ ഓഫ് മാർക്സ് വിൽ ബി ഡൺ ബൈ ദ സ്കൂൾ. തിയറി പോർഷൻ്റെ മാർക്ക് ക്ലാസ് 12ലേത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്കൂൾ ലെവലിലാണ്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ മാർക്സ് ഫ്രം ക്ലാസ് 10, 11 ആൻഡ് 12. 10ലെയും 11ലെയും 12ലെയും മാർക്കുകൾ ഒരു കുട്ടിയുടേത് കൺസിഡർ ചെയ്തിട്ടാണ് ക്ലാസ് 12ലെ തിയറിയുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിലെ അസസ്മെൻറ്റ് കമ്പോണൻസ് എന്ന് പറയുന്നത് തിയറി മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 30% ഫ്രം ക്ലാസ് 10, 30% ഫ്രം ക്ലാസ് 11 ആൻഡ് 40% ഫ്രം ക്ലാസ് 12. സോ 30% മാർക്കാണ് ക്ലാസ് 10ൽ നിന്ന് ആ കുട്ടിയുടേത് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ 30% ഫ്രം 11 ആൻഡ് 40% ഫ്രം ക്ലാസ് 12. സോ 80 മാർക്ക് മാക്സിമം മാർക്കായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റിൻ്റെ കേസിൽ മാക്സിമം മാർക്ക് 80 ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, അതായത് ഇംഗ്ലീഷ്, മാത്സ് പോലെയുള്ള വിഷയങ്ങൾക്ക് 80 ആണ് മാക്സിമം മാർക്ക്. അങ്ങനെയുള്ളൊരു കേസിൽ ആ തിയറി മാർക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ആ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായി 30% ഓഫ് ക്ലാസ് 10, അതായത് 24 മാർക്കാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് 24 മാർക്കിൽ ആ കുട്ടിക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത് ഫ്രം ക്ലാസ് 10. അതേപോലെ ക്ലാസ് 11ൽ എഗെയിൻ 24 മാർക്ക്, വിച്ച് ഇസ് ഓൾസോ 30%. 80യുടെ 30% എന്ന് പറയുന്നത് 24 മാർക്കാണ്. സോ 24 മാർക്കിൽ എത്രയാണ് ക്ലാസ് 11ൽ നിന്ന് കിട്ടുന്നത് എന്ന് കൺസിഡർ ചെയ്യുന്നു. അതേപോലെ 40%, അതായത് 80യുടെ 40% എന്ന് പറയുന്നത് 32 ആണ്. സോ 32 മാർക്കിൽ എത്ര മാർക്കാണ് കുട്ടിക്ക് ലഭിക്കുന്നത് ഫ്രം ക്ലാസ് 12. സോ ഈ 3 മാർക്കുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ 3 മാർക്കുകൾ കൂട്ടുമ്പോൾ തിയറി മാർക്ക് നമുക്ക് കിട്ടുന്നു. ഈ 3 മാർക്കുകൾ കൂട്ടുമ്പോൾ തിയറിയുടെ മാർക്ക് കിട്ടുന്നു. അത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് മാർക്ക് കൂടി കൂട്ടി ഫൈനൽ മാർക്ക് 100ലേക്ക് എത്തുന്നു. അപ്പോൾ ഈ മാർക്ക്, അതായത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് മാർക്ക് ഓൾറെഡി CBSE പോർട്ടലിൽ സ്കൂളുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ മാർക്കുകളാണ്. സോ ആ ആക്ച്വൽ മാർക്ക് തന്നെയാണ് ഈ തിയറി മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് 10ൽ നിന്ന് 24 മാർക്ക്, ക്ലാസ് 11ൽ നിന്ന് 24 മാർക്ക്, ക്ലാസ് 12ൽ നിന്ന് 52 മാർക്ക്, അതായത് 32 പ്ലസ് 20, അതായത് 20 ഇൻറ്റേർണൽ. സോ ഇത് രണ്ടും കൂടെ വരുന്നത് ക്ലാസ് 12ൽ നിന്നാണ്. സോ 52 മാർക്കും കൺസിഡർ ചെയ്യേണ്ടത് ക്ലാസ് 12ൽ നിന്ന് തന്നെയാണ്. ഇനിയും 70 മാർക്കാണ് ഒരു സബ്ജക്റ്റിൻ്റെ മാക്സിമം മാർക്കെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെയുള്ള വിഷയങ്ങൾക്ക് 70 മാർക്കാണ് മാക്സിമം മാർക്ക്. അങ്ങനെ വരുമ്പോൾ 70 മാർക്കിൻ്റെ ടോട്ടലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ, 70 മാർക്കിലാണ് തിയറി പോർഷൻസ് വരുന്നതെങ്കിൽ അതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 30% എന്ന് പറയുന്നത് 21 ആണ്. അപ്പോൾ 21 മാർക്കിൽ എത്ര മാർക്കാണ് ക്ലാസ് 10ൽ നിന്ന് കിട്ടുന്നത് എന്ന് നോക്കുന്നു. അതേപോലെ ക്ലാസ് 11ൽ നിന്നും 21 മാർക്കിൽ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കുന്നു. 70യുടെ 40% എന്ന് പറയുമ്പോൾ 28. സോ 28 മാർക്കിൽ എത്രയാണ് ക്ലാസ് 12ൽ നിന്ന് കിട്ടേണ്ടത് എന്ന് നോക്കുന്നു. അപ്പോൾ അത് തിയറി മാർക്കിൻ്റെ ടോട്ടലാകുന്നു. 30 എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അസസ്മെൻ്റ് ആണ്. ഇപ്പം പ്രാക്ടിക്കൽ അസസ്മെൻറ്റിൻ്റെ മാർക്ക് 30 തന്നെയാണെങ്കിൽ ആ 30യുടെ കൂട്ടി ഈ തിയറി മാർക്കും കൂടെ കൂട്ടിയാണ് ഫൈനൽ മാർക്ക് വരുന്നത്. സോ ക്ലാസ് 10ലെ മാർക്കിൽ നിന്ന് 21 മാർക്കിൽ എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലാസ് 11ൽ നിന്ന് 21 മാർക്കിൽ എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലാസ് 12ൽ നിന്ന് 58 മാർക്ക്, അതായത് 28 പ്ലസ് 30, 58 മാർക്കിൽ എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ അങ്ങനെയാണ് ഫൈനൽ മാർക്ക് ഈ സബ്ജക്റ്റിന് വരുന്നത്. അതായത് 70 ആണ് ടോട്ടൽ മാർക്ക് ഒരു സബ്ജക്റ്റിൻ്റേതെങ്കിൽ, സബ്ജക്റ്റിൻ്റെ മാക്സിമം മാർക്ക് 70 ആണെങ്കിൽ ഈ രീതിയിലാണ് കാൽക്കുലേഷൻ. ഇനിയും മറ്റ് ചില സബ്ജക്റ്റുകൾക്ക് 60, 50, 30 അങ്ങനെ മാക്സിമം മാർക്കുകളുള്ള സബ്ജക്റ്റുകളുമുണ്ട്. ആ കേസുകളിൽ ഇതേപോലെ തന്നെയാണ് കാൽക്കുലേഷൻ നോക്കുന്നത്, 30%, 30% ആൻഡ് 40%. സോ ഈ ഒരു രീതിയിലാണ് അസസ്മെൻറ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്തിട്ട് ക്ലാസ് 10ലെയും 11ലെയും 12ലെയും മാർക്കുകൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്ലാസ് 10ലെ ഒരു കുട്ടിയുടെ മാർക്ക് ഒരു കുട്ടിക്ക് ക്ലാസ് 10ൽ ബോർഡ് എക്സാമിന് കിട്ടിയ ഒരു റിസൾട്ടാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് 10ലെ മാർക്കിൻ്റെ 30% എടുക്കുന്നു എന്ന് പറയുമ്പോൾ
കൺസിഡർ ചെയ്യേണ്ടത് 5 മെയിൻ സബ്ജക്ട്സ്. 5 മെയിൻ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി, സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ്. ഇവിടെ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് അത് മെയിൻ സബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, ഹിന്ദിയാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതാണ് 5 മെയിൻ സബ്ജക്ട്സ്. ഈ 5 മെയിൻ സബ്ജക്ട്സിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 3 മാർക്കുകൾ കൺസിഡർ ചെയ്യണം. അതായത് ഈ കേസിൽ ഇപ്പോൾ 90, 88 ആൻഡ് 95. സോ ദീസ് 3 ആർ ദ ബെസ്റ്റ് മാർക്ക്. സോ ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നു. 90 പ്ലസ് 88 പ്ലസ് 95 ഡിവൈഡഡ് ബൈ 3. സോ ദിസ് വിൽ ബി 273 divided by 3, which is equal to 91. So 91 will be the mark should be taken from class 10. അപ്പം ഇതിൻ്റെ 30% കമ്പോണൻ്റ് ആണ് എടുക്കുന്നത്. സോ 30% കമ്പോണൻറ്റ് ഫ്രം ദിസ് 91 മാർക്ക്. 91 മാർക്കിൻ്റെ 30% കമ്പോണൻ്റ് ആണ് ക്ലാസ് 12 ഓരോ സബ്ജക്റ്റുകളുടെയും മാർക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ക്ലാസ് 10 നിന്ന് ഈ 91 മാർക്കിൻ്റെ 30% കമ്പോണൻറ്റ് ഉപയോഗിക്കുന്നു. ഇനിയും ക്ലാസ് 11 മാർക്ക് എന്ന് പറയുന്നത്, ക്ലാസ് 11 മാർക്ക് ഈ കുട്ടിക്ക് ഫൈനൽ തിയറി എക്സാമിന് കിട്ടിയ മാർക്കുകളാണ് ഈ എഴുതിയിരിക്കുന്നത്. അതായത് ഇതൊരു ബയോ മാത്സ് സ്ട്രീമിലുള്ള കുട്ടിയാണ്. അതായത് ഈ ക്ലാസ് 11 ബയോ മാത്സിലാണ് ഈ കുട്ടി പഠിക്കുന്നത് എങ്കിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഈ 5 വിഷയങ്ങളായിരിക്കും. അപ്പോൾ ഫൈനൽ തിയറി എക്സാമിന്, ആനുവൽ എക്സാമിന് കിട്ടിയ മാർക്കാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് 70 ഔട്ട് ഓഫ് 80 ആണ്. മറ്റ് 3 സബ്ജക്റ്റുകൾ ഔട്ട് ഓഫ് 70, മാത്സ് എഗെയിൻ ഔട്ട് ഓഫ് 80. സോ ഈ മാർക്കുകളാണ് ഫൈനൽ തിയറി എക്സാമിൻ്റെ മാർക്ക് ഫ്രം ക്ലാസ് 11. അപ്പോൾ ഇവിടെയും 30% കമ്പോണൻറ്റ് തന്നെയാണ് എടുക്കുന്നത്, 30% കമ്പോണൻറ്റ് ഫ്രം ക്ലാസ് 11. പക്ഷേ ഓരോ മാർക്കിൻ്റെയും 30% കമ്പോണൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ക്ലാസ് 12 ഇതേ സബ്ജക്റ്റുകൾ തന്നെയാണുള്ളത്. സോ ഇതേ സബ്ജക്റ്റുകൾ തന്നെയാണ് നമുക്ക് ഫൈനൽ മാർക്ക് കാൽക്കുലേഷന് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റുകളുടെ മാർക്കുകൾ എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാം 30% കമ്പോണൻറ്റ് ക്ലാസ് 11 നിന്ന് തന്നെ എടുക്കണം. അപ്പോൾ ഇതാണ് ക്ലാസ് 11 മാർക്ക് എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ക്ലാസ് 12 മാർക്ക് ഈ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് കരുതുക. അതായത് ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് സെയിം സബ്ജക്ട്സ്. അവിടെ മാർക്കുകൾ ഇംഗ്ലീഷും മാത്സും 80 വരുന്നത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 70 സോ ഈ കേസിൽ ക്ലാസ് 12 മാർക്കാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്നുകിൽ ക്ലാസ് ടെസ്റ്റ് അല്ലെങ്കിൽ മിഡ് ടേം എക്സാം, പ്രീ ബോർഡ് ഈ എക്സാമുകളുടെ എല്ലാം മാർക്കുകൾ കൂട്ടി അതിൻ്റെ വെയിറ്റേജ് തീരുമാനിച്ച് നമുക്ക് ഈ ഫൈനൽ മാർക്കിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ ക്ലാസ് ടെസ്റ്റും പ്രീ ബോർഡും കൂടെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ മിഡ് ടേമും പ്രീ ബോർഡും കൂടെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ പ്രീ ബോർഡ് മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ തീരുമാനങ്ങളൊക്കെ റിസൾട്ട് കമ്മിറ്റി ഡിസ്കസ് ചെയ്താണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പ്രീ ബോർഡ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷിന് 80 കിട്ടിയിരിക്കുന്ന മാർക്ക് 75, ഫിസിക്സിന് 65 അങ്ങനെ പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രീ ബോർഡിന് മാത്രം കൺസിഡർ ചെയ്ത മാർക്കായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രീ ബോർഡിന് ക്ലാസ് 12 കുട്ടിക്ക് കിട്ടിയ മാർക്കാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ 40% കമ്പോണൻ്റ് ആണ് ഫൈനൽ മാർക്ക് കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. 40% കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും 40% കമ്പോണൻറ്റ്. ഇപ്പോൾ ഇംഗ്ലീഷിന് 75ൻ്റെ 40% കമ്പോണൻറ്റ് എടുക്കണം. അതേപോലെ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്കിൻ്റെ 40% കമ്പോണൻ്റ് ആണ് ക്ലാസ് 12 ഫൈനൽ തിയറി മാർക്കിൻ്റെ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഓരോ ക്ലാസ്സിൽ നിന്നും എങ്ങനെയാണ് ഫൈനൽ മാർക്കിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ക്ലാസ് 12 ഫൈനൽ മാർക്ക് ഫോർ തിയറി ക്ലാസ് 10 നിന്ന് 30%, ക്ലാസ് 11 നിന്ന് 30%, ക്ലാസ് 12 നിന്ന് 40%. ഓൾറെഡി നമ്മളത് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷ് ഇപ്പോൾ ഇതിൻ്റെ മാക്സിമം മാർക്ക് 80 ആണ്. സോ 80 ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു, അതായത് 30% കമ്പോണൻ്റ് എന്ന് പറയുന്നത് 24 ആണ്. ഈ രണ്ട് കേസിലും 24 ആണ്. 40% കമ്പോണൻ്റ് എന്ന് പറയുന്നത് 32 മാർക്കാണ്. സോ ഔട്ട് ഓഫ് 80 അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഈ ഒരു രീതിയിലാണ്
മാർക്ക് കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ 80ൽ മാർക്ക് വരുന്ന ഇംഗ്ലീഷിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 24 ഫ്രം ക്ലാസ് 10, 24 ഫ്രം ക്ലാസ് 11 ആൻഡ് 32 ഫ്രം ക്ലാസ് 12. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ മാർക്ക് ക്ലാസ് 10ൽ നിന്ന് കിട്ടിയ മാർക്ക് 91 മാർക്ക്. ദെൻ ഇംഗ്ലീഷ് ക്ലാസ് 11 70, ക്ലാസ് 12 75. അങ്ങനെയാണെങ്കിൽ മാർക്ക് കാൽക്കുലേഷൻ 91/100, അതായത് 100ലാണ് ക്ലാസ് 10ലെ മാർക്ക് ഇൻറ്റു 24. സോ 24ൽ എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതാണ് കാൽക്കുലേഷൻ. 91/100 ഇൻറ്റു 24 പ്ലസ് 70 ആണ് പ്ലസ് 1ലെ മാർക്ക്, വിച്ച് ഈസ് ഫ്രം 80 ഇൻറ്റു 24 പ്ലസ് 2ൽ കിട്ടിയ മാർക്ക് 75 ഔട്ട് ഓഫ് 80 ഇൻറ്റു 32 ആണ് കമ്പോണൻറ്റ്. സോ we will get 22 plus 21 plus 30, which is equal to 73. So the total mark will be 73 for English. So internal assessment illade theory mark 80ൽ 73 ആണ് ഈ കുട്ടിക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ ഫിസിക്സിൻ്റെ മാർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫിസിക്സിൻ്റെ മാർക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ഫ്രം 70 ആകുമ്പോൾ കമ്പോണൻറ്റ് വ്യത്യാസമുണ്ട്. അതായത് 30% എന്ന് പറയുന്നത് 21 ആണ്, 40% എന്ന് പറയുന്നത് 28 ആണ്. സോ ഔട്ട് ഓഫ് 70ലാകുമ്പോൾ കാൽക്കുലേഷൻ 21 ഫ്രം 10, 21 ഫ്രം 11 ആൻഡ് 28 ഫ്രം 12. സോ ഈ കുട്ടിക്ക് 91 ആണ് 100ൽ ക്ലാസ് 10ൽ ഇൻറ്റു 21 പ്ലസ് 1ൽ കിട്ടിയിരിക്കുന്ന മാർക്ക് 60 പ്ലസ് 2ൽ 65 ഫോർ ഫിസിക്സ്. സോ ഇറ്റ് ഇസ് 60/70. ഔട്ട് ഓഫ് 70 ആണ് ഫിസിക്സ്. 60/70 ഇൻറ്റു 21 പ്ലസ് 65/70 പ്ലസ് 2ലെ മാർക്ക് ഇൻറ്റു 28. So which is equal to 19 plus 18 plus 26, total 63. So 63 മാർക്കാണ് ഫിസിക്സിന് തിയറിക്ക് കിട്ടുന്ന മാർക്ക്. ഇതേപോലെ തന്നെ കെമിസ്ട്രിയും ബയോളജിയും കാൽക്കുലേറ്റ് ചെയ്യാം. കെമിസ്ട്രി ഔട്ട് ഓഫ് 70, the same procedure. So ഇവിടെ 91/100 into 21 plus 65/70 into 21 plus 65/70 into 28. So this is equal to 65 എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ബയോളജിയുടെ കേസിലും 70ലാണ് മാർക്ക്. അപ്പോൾ അഗെയിൻ ഇറ്റ് ഇസ് 91/100 into 21 plus 65/70 into 21 plus 70/70 into 28. So the mark will be 67. So 67 ആണ് total mark. In the case of maths, it is out of 80. So weightage is different. So 91/100 into 24 plus 75 ആണ് പ്ലസ് 1ലെ മാർക്ക്. So it is out of 80. So it is multiplied by 24 plus 70/80 into 32 plus 2ലെ മാർക്ക് 70 ആണ്. So it is multiplied by 32. So the total mark will be 73. So 80ൽ ഈ കുട്ടിക്ക് കിട്ടുന്ന മാത്സിൻ്റെ മാർക്ക് 73 ആണ്. So 73 മാർക്ക് ഔട്ട് ഓഫ് 80. സോ ഇങ്ങനെയാണ് തിയറി മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക്, അതായത് തിയറിയുടെ മാർക്കും പ്രാക്ടിക്കൽസിൻ്റെ മാർക്കും കൂടി വരുമ്പോൾ ഇംഗ്ലീഷിന് 73, ഫിസിക്സ് 63, കെമിസ്ട്രി 65, ബയോളജി 67, മാത്സ് 73.
ദെൻ പ്രാക്ടിക്കൽസ് ഓർ ഇൻറ്റേർണൽ എക്സാമിനേഷൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത മാർക്ക് ആ ആക്ച്വൽ മാർക്ക് തന്നെയാണ്. ഇതിപ്പോൾ ഫുൾ മാർക്ക് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫുൾ മാർക്കാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാർക്ക് 93, 93, 95, 97, 93. Total will be 471 out of 500, which is 94%. So this will be the total mark for class 12. സോ തിയറിയും പ്രാക്ടിക്കലും കൂടെ ചേർത്തുള്ള മാർക്കാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ക്ലാസ് 10ലെയും ക്ലാസ് 10ലെ മാർക്കും 11ലെ മാർക്കും 12ലെ മാർക്കും കൺസിഡർ ചെയ്താണ് ഫൈനൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ എന്നാൽ മോഡറേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറൂടെ കഴിഞ്ഞിട്ടാണ് ഫൈനൽ മാർക്കിലേക്ക് എത്തുന്നത്. അതായത് ക്ലാസ് 11ലെയും ക്ലാസ് 12ലെയും കമ്പോണൻറ്റുകൾ മോഡറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ക്ലാസ് 10ലെ മാർക്ക് മാത്രം, അല്ലെങ്കിൽ ക്ലാസ് 10ലെ ബോർഡ് എക്സാമാണ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മാർക്ക് എന്ന് പറയുന്നത്. മറ്റ് കേസുകൾ, അതായത് 11ലും 12ലും അതാത് സ്കൂളുകൾ നടത്തുന്ന മാർക്ക് അല്ലെങ്കിൽ അതാത് സ്കൂളുകൾ നടത്തുന്ന എക്സാം ആയതുകൊണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ, മോഡ് ഓഫ് എക്സാം എല്ലാം ഓരോ സ്കൂളുകളിലും വ്യത്യസ്തമായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ മാർക്കുകൾ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ മാർക്കുകൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിനായിട്ട് ചില ക്രൈറ്റീരിയകൾ നമ്മൾ നോക്കും. അതായത് CBSEയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് സ്കൂളിൻ്റെ പാസ് പെർഫോമൻസിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്ന ഒരു വർഷം റെഫറൻസ് ഇയറായിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ റെഫറൻസ് ഇയറിൻ്റെ ബേസിസിലാണ് മോഡറേഷൻ നടത്തുന്നത്. സോ ഒരു ഇൻറ്റേർണൽ മോഡറേഷനും കൂടെ ചേർത്തിട്ടാണ് ഫൈനൽ മാർക്ക് അപ്ലോഡിങ് നടക്കുന്നത്. അപ്പോൾ ക്ലാസ് 11ലെയും ക്ലാസ് 12ലെയും മാർക്കുകളിൽ ചില വ്യത്യാസങ്ങൾ ഒരു പക്ഷേ വരാം. അപ്പോൾ ക്ലാസ് 11ലെ മാർക്കും മോഡറേറ്റ് ചെയ്യും, ക്ലാസ് 12ലെ മാർക്കും മോഡറേറ്റ് ചെയ്യും. സോ ഈ മോഡറേഷൻ എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു എൻഷുവർ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മോഡറേഷൻ നടത്തുന്നത്. ഇപ്പോൾ 11ലെയും 12ലെയും മാർക്കുകളാണ് മോഡറേറ്റ് ചെയ്യുന്നത്. ക്ലാസ് 10ലെ മാർക്കുകൾ മോഡറേറ്റ് ചെയ്യുന്നില്ല, കാരണം അത് ഓൾറെഡി സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. 11ലെയും 12ലെയും മാർക്കുകൾ മോഡറേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇൻറ്റേർണൽ മോഡറേഷൻ പ്രൊസീജിയറിന് ശേഷമാണ് ഫൈനൽ മാർക്ക് അപ്ലോഡിങ്ങിലേക്ക് വരുന്നത്.